കശ്ചിദ്വിജൻ ജ്യോതിശാസ്ത്രവിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടു വനത്തിൽ വസിപ്പതിനെത്തും ഭവതി സംശയമില്ലേതും. യുദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു, സത്യമതിന്നിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവരരാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു, രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലെ 169 ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീ അബലയാണോ? അതാണ് ഇവിടെയുള്ള വിഷയം. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 30. ഈ സർഗം 30-ൽ ആകെ 47 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 26 ശ്ലോകങ്ങളാണ് ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ഇവിടെ സീതയുടെ റോളാണ് പ്രത്യേകം കാണാവുന്നത്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടൊപ്പം ജീവിക്കുവാനുള്ള അവകാശം വളരെ വിശദമായിട്ട് തന്നെ കാര്യകാരണസഹിതം സീതാദേവി രാമനെ ബോധ്യപ്പെടുത്തിയെങ്കിൽ തന്നെയും അതിനൊന്നും യാതൊരു പരിഗണനയും നൽകാതെ സീതയെ അയോധ്യയിലാക്കി വനവാസത്തിന് പുറപ്പെടുവാൻ തയ്യാറായ രാമനോട് അതിക്രൂരമായി ഭയങ്കര ക്രോധത്തോടെ താനൊരു അബലയല്ല എന്ന് സീതാദേവി ഈ ഭാഗത്ത് വളരെ ശക്തമായും വ്യക്തമായും പ്രഖ്യാപിക്കുന്നു. സ്ത്രീ അബല എന്നത് ശാരീരിക ബലത്തിൽ മാത്രമാണ്. അവളില്ലാതെ അവനില്ല, അവനില്ലാതെ അവളുമില്ല. അതിനെയാണ് അർദ്ധനാരീശ്വര സങ്കല്പം. യുദ്ധം നയിച്ച അനേക സ്ത്രീകൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുണ്ട്. ഇവൻ കൈകേയി ദേവി, ദശരഥൻ മഹാരാജാവും ഇവൻ കൈകേയി ദേവി പോലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീ പൂർണ്ണമായും ശാരീരികമായ ശക്തി ഇല്ലാത്തവളാണെന്നും പറയാൻ പറ്റില്ല. കുടുംബബന്ധം ശിഥിലമാക്കിയ കൈകേയി ദേവിയും അത് ഊട്ടിയുറപ്പിക്കുവാൻ ശ്രമിക്കുന്ന സീതാദേവിയും നാം ഇവിടെ വേർതിരിച്ച് കാണണം. രാമൻ കഴിഞ്ഞ ഭാഗത്ത് ഉന്നയിച്ച ഒരു ദോഷവും തനിക്ക് ബാധകമല്ല, തന്നെ ബാധിക്കില്ല എന്ന് അവർ ഈ ഭാഗത്തിൽ കൂടി സമർത്ഥിക്കുന്നു. തീരെ താണ നിലയിലും രാമനെ അവർ പരിഹസിക്കുന്നു. സ്ത്രീക്ക് ഭർത്താവിന്മേൽ ന്യായമായ കാര്യത്തിൽ എപ്പോഴും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നും ഈ ഭാഗത്തിൽ കൂടി വ്യക്തമാകും. ഏതായാലും നമുക്ക് ശ്ലോകങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കാം, അതിനുശേഷം വ്യാഖ്യാനം. സാന്ധ്യമാനതു രാമേണ മൈഥിലീ ജനകാത്മജ വനവാസനിമിത്തായ ഭർത്താരമിദമബ്രവീത്. സാതമുത്തമസംവിഘ്ന സീതാ വിപുലവക്ഷസം പ്രണയശ്ചാഭിമാനാച പരിചിക്ഷേപരാഘവം. കിം ത്വാമന്യത വൈദേഹ പിതാ മേ മിഥിലാധിപ രാമജാമാതരം പ്രാപ്യ സ്ത്രിയം പുരുഷവേതരം.
अमृतं बदलोकोऽयम् अज्ञानाद्यद्विवक्ष्यति तेजो नास्ति वरं रामे तपदीव दिवाकरे किं हि कृत्वा विषण्णस्त्वं कुरो वा भयमस्ति ते यत्परित्यक्तु कामस्त्वं मामनन्यपरायणा विमल्सेन सुतं वीर सत्यवन्दमनुव्रतां सावित्रीमिव मां विद्धि त्वमात्मवशवर्तिनी न त्वहं मनसाप्यन्यं द्रष्टास्मि तु हृदयनख त्वया राघव गच्छेयं यधान्यं कुलपांसिनी स्वयं तु भार्यां कौमारीं चिरमध्युषितां सतीं शैलूषनिव मां राम परेभ्यो दातुमिच्छसि यस्य पद्यं चरामाथ यस्य चार्ते वरुध्यसे त्वं तस्य भवमश्यश्च विधेयश्च सदा नख समामनादाय वनं न त्वं प्रस्थातुमर्हसि तपो वा यदि वारण्यं स्वर्गो वा स्यासः त्वया न च मे भविता तत्र कश्चित् पथि परिश्रम पृष्ठतस्तव गच्छन्त्या विहारशयनेष्विह कुशकाशशरेशिख ये च कण्डगिनो द्रुमाः तूलादिनसमस्पर्श मार्गे मम सह त्वया महावादसमुद्दूतं यन्मामवगरिष्यति रजो रमण तन्मन्ये पराद्यमिव चन्दनम् शाद्वलेषु यथा शिष्ये वनां देवनगोचर कथास्तरणदल्पेषु किं स्यासुगतदं तद पत्रं मूलं फलं यत्त्वम् अल्पं वा यदि वा बहु दास्यसि स्वयमाहृत्य तन्मे मृदरसोपमम् न माधुर्न पितुस्तत्र स्मरिष्यामि न वेश्मन आत्मवानुबभुञ्जान पुष्पाणि च फलानि च न च तत्र गत किञ्चित् द्रष्टुमर्हसि विप्रियम् मत्कृतेन च ते शोभो न भविष्यामि दुर्भर यस्त्वया सहससुद्धो निरयो यस्त्वया विना इति जानन् पराप्रीतिं गच्छ राम मया सह अधमामेवमव्यग्रां वनं नैव नयिष्यसि विषमद्यैव पास्यामि मागमं दिशदां वश
പശ്ചാദഭിः ദുഃഖേന മമ നൈവാസ്തി ജീവിതം ഉച്ഛിദായാസ്ത്വയാ നാദ തദൈവ മരണം വരം ഇമം ഹി സഹിതും ശോകം മുഹൂർത്തമവിനോത്സഹേ കിം പുനർദശവർഷാണി ത്രീണി ചൈകം ച ദുഃഖിത ഇതി സാ ശോകസംതപ്ത വിലപ്യ കരുണം ബഹു ചുക്രോശപതിമായസ്ത വൃഷമാലിംഗ്യ സസ്വരം സാ വിദ്ധാ ബഹുവിർവാക്യൈ ദിഗ്ധൈരിവ ഗജാന്തന ചിരസംനിയതം ബാഷ്പം മുമോദാഗ്നിനിവാരണി തസ്യാ സ്ഫടികസങ്കാശം വാരിസന്താപസംഭവം നേത്രാഭ്യാം പരിസുസ്രാവ പങ്കജാഭ്യാമിവോദരം തച്ചൈവാമലചന്ദ്രാഭം മുഖമായദലോചനം പദ്യശുഷ്യത ബാഷ്പേന ജലോദൃതമിവാംബുലം താം പരിഷ്വജ്യ ബാഹുഭ്യാം വിസഞ്ജാമിവ ദുഃഖിതാം ഉവാച വചനം രാമ പരിവിശ്വാസയംസ്തദാ. ജനകാത്മജ മൈഥിലി രാമേണ സ്വാന്തമാന തു, രാമനാൽ സാന്ത്വനിപ്പിച്ചു എങ്കിലും വനവാസ നിമിത്തായ, വനവാസത്തിനായിക്കോട്ട് തന്നെ ഭർത്താരം ഇതം അബ്രവീത്. എന്താണ് ഭർത്താവിനോട് പറഞ്ഞത്? ആ സീത ഉത്തമ സംവിഘ്ന, ഉത്തമമായ ഭയത്തോടുകൂടി അല്ലെങ്കിൽ അതീവ ഭയപ്പാടോടെ വിപുല വക്ഷസം തം രാഘവം, വിപുല വക്ഷസോടുകൂടിയ വിരിഞ്ഞ മാറോടുകൂടിയ അതിശക്തിമാനായ രാഘവനോട് പ്രണയാച്ച അഭിമാനാച്ച, പ്രണയത്താലും ഭർത്താവ് എന്നുള്ള പരിഗണനയാലും അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള പ്രിയത്താലും പരിചക്ഷേപ, പരിഹസിക്കുവാൻ തുടങ്ങി, നിന്ദിതമായ വാക്കുകളെ പറയുവാൻ തുടങ്ങി. രാമ വൈദേഹ മിഥിലാധിപ മേ പിതാ, മിഥിലാധിപനായ എൻ്റെ പിതാവ്, പ്രാപ്യ ജാമാതരം ത്വാം, പ്രാപിച്ച ജാമാതാവായ മരുമകനായ അങ്ങയെ പുരുഷവിഗ്രഹം സ്ത്രീയം അമന്യത കിം, പുരുഷരൂപത്തോടു കൂടിയ ഒരു പെണ്ണാണെന്നാണോ അങ്ങ് കരുതിയത്? അതായത് എന്നെ കൂടെ കൊണ്ടുപോയില്ല എങ്കിൽ അങ്ങ് ഒരു പുരുഷരൂപമെടുത്ത സ്ത്രീയാണെന്ന് എൻ്റെ പിതാവ് ധരിക്കും, അങ്ങേക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നും അറിയും. രാമൻ ഒരു പുരുഷരൂപമെടുത്ത സ്ത്രീയായിരുന്നു എന്ന് തൻ്റെ പിതാവ് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മകളെ രാമന് വിവാഹം ചെയ്തു കൊടുക്കില്ലായിരുന്നു എന്നാണ് ഇവിടെ സീത സമർത്ഥിക്കുന്നത്. മുൻഭാഗത്ത് ഉന്നയിച്ച രാമന്റെ പല വാദങ്ങളും മനത്തിലെ ദുർഘടങ്ങളെല്ലാം തന്നെ തന്നെ ബാധിക്കില്ല എന്ന് സീതാദേവി ഇനി വ്യക്തമാക്കുന്നു. രാമേ പരം തേജഃ ന അസ്തിയത്, അതായത് രാമനിൽ പരമമായ തേജസ് ഇല്ല എന്നുള്ളത് തപതി ദിവാകരേ ഇവ, കത്തിജ്വലിക്കുന്ന ദിവാകരനിൽ ഇല്ല എന്ന് പറയുന്നത് പോലെ അനിർദം ഹി, വാസ്തവ വിരുദ്ധം തന്നെ. അയം ലോകഃ അജ്ഞാനാത് ഭക്ഷ്യതീബത, ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവനും അജ്ഞാനം മൂലം അപ്രകാരം പറയുന്നത് കഷ്ടമല്ലേ? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സൂര്യനെ പോലെ തേജസ് രാമനിലുണ്ട് എന്ന് പറയുന്നത് സത്യവിരുദ്ധമാണ്.
ആ തേജസ് രാമനിൽ ഇല്ല. അദ്ദേഹത്തിന് അപ്രകാരമുള്ള ഒരു തേജസ് ഇല്ല. അങ്ങനെ പറയുന്നത് അജ്ഞാനമാണ്, കള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ രാമന് പോസിറ്റീവായിട്ടാണ് സീതാദേവി ഇവിടെ വാദം ഉന്നയിക്കുന്നത്. ത്വം അങ്ങ് അനന്യ പരായണ മാംഹി, മറ്റൊരു ആശ്രയം ഇല്ലാത്ത എന്നെ തന്നെ, കിം പരിത്യക്തു കാമഹ, എന്തിനാണ് എന്നെ ഉപേക്ഷിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത്, കാമിക്കുന്നത്? യത് കൃത്വാ ത്വം വിഷണ്ണഃ, എന്ത് ചെയ്തിട്ടാണ് അങ്ങ് ഇത്ര വിഷണ്ണനായി ഇരിക്കുന്നത്? കുതഹ തേ ഭയം അസ്തി, എവിടെ നിന്നാണ് അങ്ങേക്ക് ഈ ഭയം ഉണ്ടായിരിക്കുന്നത്? എന്നെ കൊണ്ടുപോവില്ല എന്നുള്ള ഭയം ഉണ്ടായിരിക്കുന്നത്. വാ, ഇനി വേറെ എന്തെങ്കിലും ആണോ കാരണം? ദ്യുമസേന സുതം സത്യവന്തം, ദ്യുമസേന പുത്രനായ സത്യവാനെ, ഈ ദ്യുമസേനൻ എന്ന് പറഞ്ഞ ഒരു രാജാവാ, അന്ധനായ ഒരു രാജാവ്. ആ രാജാവിൻ്റെ മകനാണ് സത്യവാൻ. ആ സത്യവാനെ അനിവൃതാം സാവിത്രിയും ഇവ, ആശ്രയിച്ചവളായ സാവിത്രിയെ പോലെ, സത്യവാനെ ആശ്രയിച്ച സാവിത്രിയെ പോലെ, ആത്മവശവർത്തിനി, അങ്ങക്ക് അധീനയെന്ന് മാം ത്വാം വിദ്ധി, അങ്ങനെ അറിഞ്ഞാലും. ഈ ദ്യുമസേനൻ എന്ന് പറഞ്ഞയാള് ഒരു രാജാവായിരുന്നു, അന്ധനായിരുന്നു. ആ അന്ധത്വം മുതലെടുത്തുകൊണ്ട് മന്ത്രിമാരെല്ലാം കൂടി അദ്ദേഹത്തെ രാജ്യത്തിൽ നിന്നും നിഷ്കാസനം ചെയ്ത് കാട്ടിലേക്ക് അയച്ചു. ഈ രാജാവ് തൻ്റെ ഭാര്യയോടും ശിശുവായ സത്യവാനും കൂടി കാട്ടിലേക്ക് അയക്കപ്പെട്ടു. അവിടെ വെച്ചവര് സാവിത്രിയെ പരിചയപ്പെട്ടു. സാവിത്രിയെയും സാവിത്രിയുടെ അമ്മയെയും പരിചയപ്പെട്ടു. ഋതു മാതാ ശുശ്രൂഷയിൽ തൽപരനായ സത്യവാനെ കണ്ടിട്ട് ഈ സാവിത്രിക്ക് അദ്ദേഹത്തിനോട് പ്രണയം ഉദിച്ചു. അപ്പൊ നാരദൻ വന്നിച്ച് പറഞ്ഞു സാവിത്രിയോട്, ഈ സത്യവാൻ അല്പായുസുള്ളവനാണ്. അതൊന്നും തന്നെ പരിഗണിക്കാതെ സാവിത്രി സത്യവാനെ വിവാഹം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ സത്യവാൻ ദിവംഗതനായി. യമൻ വന്ന് സത്യവാന്റെ ആത്മാവുമായി പോയി. പുറകെ സാവിത്രിയും വെച്ചു പിടിച്ചു. ഇത് കണ്ട യമൻ അവളെ അനുഗ്രഹിക്കാൻ തയ്യാറായി. നിനക്ക് എന്താ വേണ്ടത്, വരം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ സാവിത്രി പറഞ്ഞു, എനിക്കൊക്കെ ഒരു കുഞ്ഞുണ്ടാവണം എന്ന് പറഞ്ഞു. കുഞ്ഞുണ്ടാകണമെന്നുണ്ടെങ്കിൽ സത്യവാനെ വിട്ടുകൊടുത്തേ പറ്റൂ. അങ്ങനെ സന്തോഷവാനായ യമൻ സാവിത്രിക്ക് തൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുത്തു. കൂടാതെ ദ്യുമസേനന്റെ അന്ധത്വവും അദ്ദേഹം. ഇതാണ് ആ കഥ. അത്രയ്ക്ക് സ്നേഹമാണ് സീതാദേവിക്ക് രാമനോട്. അനഘാരാഘവ അഹം ത്വത് ഹൃദേ അന്യം, ഞാന് അങ്ങൊഴിച്ച് മറ്റാരെയും മനസാഭി ദൃഷ്ടാസ്മിന, മനസ്സിൽ പോലും കാണുന്നവളല്ല. കുലവാംസിനി അന്യാതു യഥാ, ഇനി കുലനാശം വരുത്തുന്ന മറ്റൊരു സ്ത്രീയെ പോലുമല്ല ഞാൻ. ത്വയാ യച്ഛേയം, അതുകൊണ്ട് എന്നെ കൂടി കൊണ്ടുപോയാലും, വനത്തിലേക്ക് കൊണ്ടുപോയാലും. ശൈലുഷ ഇവ, വിശ്വസിക്കുന്നവരെ ഉപേക്ഷിക്കുന്നത് പോലെ. ശൈലുഷ ഇവ, കൗമാരിയും കുമാരിയായ എന്നെ വിവാഹം ചെയ്ത് ചിരം അത്യുഷിതാം, വളരെ കാലം കൂടെ താമസിപ്പിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിച്ച് സതീം ഭാര്യ മാംതൂം, പവിത്രവതിയായ എന്നെ തന്നെ സ്വയം പരേഭ്യ ദാതും ഇച്ഛസി, സ്വയം മറ്റുള്ളവരുടെ അധീനത്തിലാക്കാൻ, ഭരതന്റെ അധീനത്തിലാക്കുവാൻ ഇച്ഛിക്കുന്നുവോ? ശൈലുഷ ഇവ എന്നതിനെ എന്നെ ഭരതനായി വിറ്റിട്ടു പോവുകയാണോ എന്ന് പോലും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഏതായാലും ഭരതന്റെ കീഴിലേക്ക് സീതയെ വിട്ടുകൊടുത്തത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അനഘാരാമ യസ്യ പഥ്യം ആഥച, യാതൊരുവന്റെ, അതായത് ഇവിടെ ദശരഥന്റെ എന്ന് മനസ്സിലാക്കാം. പദ്യത്തിനാണോ അങ്ങ് ഇപ്പോൾ സംസാരിക്കുന്നത്, അതായത് ദശരഥന്റെ വാക്കനുസരിച്ചാണോ അങ്ങ് സംസാരിക്കുന്നത്? യസ്യ അർത്ഥേ അവരുത്യ സേജ, യാതൊരുവന്റെ ആജ്ഞയാലാണോ അങ്ങ് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്? തസ്യ വശ്യജ വിധേയജ,
അദ്ദേഹത്തിന് വശംവദനായി അല്ലെങ്കിൽ വിധേയനായി ത്വം സദാ ഭവ, അങ്ങ് എപ്പോഴും ഭവിച്ചാലും. അല്ല, ഭരതനെ വേണേ ദശരഥന്റെ സ്ഥാനത്ത് നിർത്താം. അങ്ങനെയാണെങ്കിൽ ഭരതന്റെ ആജ്ഞയാലാണ് അല്ലെങ്കിൽ ഭരതന് വേണ്ടിയിട്ടാണ് അങ്ങ് സംസാരിക്കുന്നത്, അതങ്ങ് സംസാരിച്ചു, എനിക്ക് വിരോധമൊന്നുമില്ല. സാത്വം യതി, അപ്രകാരമുള്ള അങ്ങ്, അതായത് ദശരഥന്റെ ആജ്ഞ നിർവഹിക്കുന്ന അങ്ങ്, അതല്ലെങ്കിൽ ഭരതന്റെ ആജ്ഞ പാലിക്കുന്നവനായ അങ്ങ്. അരണ്യം തപവ സ്വർഗ സ്യാത്വാ, ഇനി കാട്ടിലേക്കാണേലും ഇനി തപസ് ചെയ്യാനാണേലും സ്വർഗത്തിലേക്കാണേലും ഇനി വേറെ എന്തെങ്കിലും സിദ്ധിക്കാണ് അതിനാണെങ്കിലും ത്വയാസഹ മാം അനാഥായ, അങ്ങയുടെ കൂടെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാതെ വനം പ്രസാദും അർഹസീന, വനത്തിലേക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇഹ പതി ഗച്ഛന്ത്യ, ഇവിടെ വഴികളിൽ സഞ്ചരിക്കുന്നത് പോലെ തന്നെ തത്ര വിഹാര ശയനേഷു, അവിടെ വനത്തിൽ നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും തവ പൃഷ്ഠതഃ മേ, അങ്ങയുടെ പിന്നാലെ വർത്തിക്കുന്ന എനിക്ക് കശിച്ച പരിശ്രമ ഭവിതാന, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചും അങ്ങയുടെ തണലിൽ പോകുന്നിടത്തോളം കാലം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ല. മാർഗേ, വനമാർഗത്തിൽ കുശ കാശ ശര ഇഷീക, അതായത് ദർഭയും യമയും ഞാങ്ങണയും നായ്ക്കരിമ്പും, ഇതൊക്കെ പല ടൈപ്പായിട്ടുള്ള സസ്യവർഗങ്ങളാണ്. ഏജ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ട്, അവയെല്ലാം തന്നെ ത്വയാസഹ മമ, അങ്ങയുടെ കൂടെ എനിക്ക്, അതെങ്ങനെ തോന്നും? തൂല ആജിന സമസ്പർശ, തൂല മീൻസ് പഞ്ഞി, പഞ്ഞി മാൻതോല് അതുപോലെ മൃദുവായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കല്ലും മുള്ളും കാലിക്കുമെത്ത, അതായിരിക്കും എൻ്റെ മനോഭാവം. രമണ, മഹാവാദ സമുദ്ധതം രജഹ യത്തത്, മഹാവാദം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റിൽ നിന്നും ഉണ്ടാവുന്ന രജഹ പൊടി, അതല്ലെങ്കിൽ പൂഴി, യത്തത് യാതൊന്നാണോ അത്, മാം അപകരിഷ്യതി, അത് എൻ്റെ മേൽ പുരളുമ്പോൾ പരാർത്ഥ്യം ചന്ദനം ഇവ മന്യേ, വളരെ ശ്രേഷ്ഠമായ ചന്ദനപ്പൊടി പോലെ ഞാൻ കരുതും. വനാന്തേ വനഗോചര, വനത്തിനുള്ളിൽ വനസഞ്ചാരിണിയായി ചാദ്വലേഷു യഥാശിഷ്യേ, ഇളം പുൽത്തകിടിയിൽ എപ്രകാരമാണോ ശിഷ്യേ ശയിക്കുന്നത്, തതഹ ദുസുഖതരം, അതിനേക്കാൾ അധിക സന്തോഷം കുതാ അസ്തരണ തൽപേഷു സ്യാത്കിം, പട്ടും പരവതാനിയും വിരിച്ച മെത്തകളിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ആ പുൽത്തകടിയിൽ കിടക്കുന്ന സുഖം മെത്തയിൽ ഉണ്ടാവില്ല എന്നാണ് സീതാദേവി പറയുന്നത്. ത്വം, അങ്ങ് യത് പത്രം മൂലം വാ ഫലം വാ സ്വയം ആകൃത്യ, അങ്ങ് യാതൊരു ഇലകളാണോ അല്ലെങ്കിൽ കിഴങ്ങുകളാണോ അതല്ല പഴങ്ങളാണോ സ്വയം കൊണ്ടുവന്ന് അല്പം ബഹു, കുറച്ചല്ലെങ്കിൽ കൂടുതൽ, അല്പമായോ ധാരാളമായോ മേ ജാസ്യസീയതി, എനിക്ക് നൽകുന്നു എങ്കിൽ തത് അമൃത രസ ഉപമം, അത് എനിക്ക് അമൃതരസത്തിന് തുല്യമായിരിക്കും. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യാ ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. അതുമാതിരിയായിരിക്കും സീതാദേവിക്ക് രാമനോടുള്ള മനോഭാവം. ഇത് എന്തു തന്നാലും സ്നേഹത്തോടുകൂടി തന്നു കഴിഞ്ഞാൽ അത് ഞാൻ അമൃതതുല്യമായി ഭക്ഷിക്കും. തത്ര, ആ വനത്തിലെ ആർത്തവാനി പുഷ്പാണിജ ഫലാനിജ ഉപപുഞ്ചാന, ആർത്തവാനി എന്ന് പറഞ്ഞാൽ ഋതുക്കൾ അനുസരിച്ച് പുഷ്പങ്ങളും ഫലങ്ങളും അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഭക്ഷിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് വേസ്മന മാതുന പിതുന സ്മരിഷ്യാമിന, അത് ഇച്ചിരി കഷ്ടമാണ്. മാതാവിനെയോ പിതാവിനെയോ കൊട്ടാരത്തെ പറ്റി ഒന്നും തന്നെ
ഞാൻ ഓർമ്മിക്ക പോലുമില്ല. ദുർഭര ഭവിഷ്യാമി ന, ഭാരമായിട്ട് ഞാൻ ഒരിക്കലും ഭവിക്കില്ല. തേ ശോക ച ന, അങ്ങക്ക് യാതൊരു സങ്കടവും ഞാനുണ്ടാക്കുകയില്ല. തത്ര ഗതഃ മത്കൃതേ വിപ്രിയം കിഞ്ചിച്ച ദ്രഷ്ടും അർഹസി ന. തത്ര മീൻസ് വനത്തിലേക്ക് പോകുന്ന, ഗത പോകുന്ന അങ്ങ്, മത്കൃതേ എന്നിൽ നിന്ന് ഉണ്ടാവുന്ന പ്രവൃത്തിയിൽ, വിപ്രിയം കിഞ്ചിച്ച ദ്രഷ്ടും അർഹസി ന, യാതൊരു ബുദ്ധിമുട്ടും അങ്ങ് കാണുകയില്ല, ദർശിക്കില്ല. രാമ ത്വയാ സഹ യഹ സ സ്വർഗഃ, അങ്ങയുടെ കൂടെ യാതൊന്നാണോ അതെനിക്ക് സ്വർഗമാണ്. ത്വയാ വിനാ യഹ നിരയഃ, അങ്ങയില്ലെങ്കിലോ, അങ്ങയോട് കൂടാതെ അങ്ങനെയുള്ള യാതൊന്നാണ് അതെനിക്ക് നരകമാണ്. ഇതി പരാംപ്രീതിയും ജാനാൻ, ഇപ്രകാരമുള്ള ശ്രേഷ്ഠമായ അത്യുത്തമമായ പ്രീതിയെ അറിഞ്ഞ് മയാ സഹ ഗച്ഛ, എന്നോടുകൂടെ വനത്തിലേക്ക് ഗമിച്ചാലും. ഏവം അവ്യഗ്രാം മാം, ഇപ്രകാരം മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്ന എന്നെ, വനം നയിഷ്യസി ന അഥ, വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല എങ്കിൽ അദ്യ ഏവ വിഷം പാസ്യാമി, ഇപ്പ തന്നെ ഞാൻ വിഷം കുടിക്കും. ദുഷതാം വശം ഏവം ആഗമം, ദ്വേഷിക്കുന്നവരുടെ അധീനതയിൽ ഞാനൊരിക്കലും പോവില്ല. ശത്രുക്കളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം മരണം തന്നെയാണ്. നാഥ ത്വയാപി ഉസ്ഥിതായാഹ മമ, അങ്ങാൽ കൂടി ഉപേക്ഷിക്കപ്പെട്ടവളായ എനിക്ക് പശ്ചാത് ദുഃഖേനേവ, ശേഷം ദുഃഖത്താൽ തന്നെ ജീവിതം അസ്തിന, ജീവിതം ഉണ്ടാവുകയില്ല. എന്നാൽ തഥാ മരണം ഏവ പരം, ഇപ്പോൾ മരണം തന്നെയാണ് ശ്രേഷ്ഠം. അങ്ങില്ല എങ്കിൽ എന്നെ സംബന്ധിച്ച് മരണമാണ് ശ്രേഷ്ഠം. ഇമം ശോകം സഹിതം, ഇപ്രകാരമുള്ള ശോകത്തെ ദുഃഖത്തെ സഹിക്കുവാൻ മുഹൂർത്തം അഭി ഉത്സഹേന, ഒരു നിമിഷം പോലും ഞാൻ ഉത്സാഹിക്കില്ല, ഞാൻ യത്നിക്കില്ല. ഹി, അങ്ങനെയാണെന്നിരിക്കെ ദുഃഖിത, ദുഃഖിച്ചിരിക്കുന്നവളായി, ഏകം ത്രീണീച ദശവർഷാണീച, ഒരു വർഷമാണേലും 3 വർഷമാണേലും 10 വർഷമാണേലും, 1 3 4 4 10 14, അത് 14 വർഷത്തോളൂ. അത് ഒരു കുറച്ച് സമയത്തേക്കാണേലും ഒത്തിരി നാളത്തേക്കാണേലും ശരി, എനിക്കത് സഹിക്കാനാവില്ല. കിം പുനഃ, പിന്നെ എന്താണ് പറയുക, ഒരു നിമിഷം പോലും അങ്ങയെ വിട്ട് എനിക്ക് ജീവിക്കാനാവില്ല. ആയസ്താസ, ഭൃശം ദുഃഖിതയായ അവൾ, അതീവ ദുഃഖിതയായ സീതാദേവി, ഇതി കരണം ബഹുവിലപ്യ, ഇപ്രകാരം വളരെ ദയനീയമായി പല പ്രാവശ്യം വിലപിച്ചു. ശോക സന്തപ്താം പതിയും, ശോകസംതപ്തയായ വൃഷദുഃഖിതയായ അവൾ ആലിംഗ്യ, ഭർത്താവിനെ ആലിംഗനം ചെയ്ത് ഭൃശം സസ്വരം ചുക്രോശ, വളരെ ഉച്ചത്തില് തേങ്ങി തേങ്ങി കരഞ്ഞു. സ അവൾ ബഹുഭിഹി വാക്യൈഹി, അനേകം ആജ്ഞകളാലും അല്ലെങ്കിൽ ഉപദേശങ്ങളാലും, ഗജ അങ്കന ദിഗ്ധൈ ഇവ, ഒരു പിടിയാന വിഷം പൂണ്ട അമ്പേറ്റ പോലെ, വിദ്ധ മുറിവേറ്റവളായി അല്ലെങ്കിൽ പുണ്ണോടുകൂടിയ മനസ്സോടുകൂടിയവളായി, ചിര സംനിയതം ബാഷ്പം, വളരെ നേരമായി ദുഃഖം അനുഭവിക്കുന്നു. അപ്പൊ കുറെ നേരമായി അടക്കി നിർത്തിയിരുന്ന ബാഷ്പത്തെ, അരണി ഹി അഗ്നിമിവ, അരണിമുട്ടി അഗ്നിയിലെന്ന പോലെ, അരണിമുട്ടിയിട്ട് കഴിഞ്ഞാൽ അത് തീ ആളിക്കത്തും, അതുമാതിരി മുമോച ചൊരിഞ്ഞു, അതുമാതിരി കണ്ണുനീർ തുള്ളികൾ ഒഴുകുകയായി.
സന്താപ സംഭവം സ്ഫടിക സംകാശം വാരി പങ്കജാഭ്യം ഉദകം ഇവ. സന്താപ സംഭവം, സന്താപത്തിൽ നിന്ന് ഉണ്ടായ, സ്ഫടിക സംകാശം വാരി, പളുങ്കുമണി പോലെയുള്ള അവരുടെ കണ്ണുനീര്, പങ്കജാഭ്യാം ഉദകം ഇവ, രണ്ട് താമരയിൽ നിന്നും നീർത്തുള്ളി എന്ന പോലെ പരിശുഷാവ ഒഴുകി. അമല ചന്ദ്രാഭം ആയതലോചനം ച തത്മുഖം ഏവ. അമല ചന്ദ്രാഭം, കളങ്കമറ്റ ചന്ദ്രനെ പോലെ, ആയതലോചനം വിടർന്ന കണ്ണുകളോടുകൂടിയ അവളുടെ മുഖം, ബാഷ്പേണ കണ്ണുനീരിനാൽ, ജല ഉദ്ധ്യതം അംബുജം ഇവ. വെള്ളത്തിൽ കിടക്കുന്ന താമരപ്പൂ അല്ലെങ്കിൽ താമര പറിച്ചെടുത്തു കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുക? അത് ഉണങ്ങിപ്പോവും. അതുമാതിരി തൻ്റെ ശരീരത്തെ ചൂടുകൊണ്ട് പരിചുക്ഷ്യത, ആ താമരപ്പൂ എന്ന പോലെ അവൾ വാടി ശോഭയറ്റു. രാമക തഥാ, രാമനാ സമയം, ഇവ ദുഃഖിതാം വിസജ്ഞാന്താം, മുൻഭാഗത്ത് വിവരിച്ചതുപോലെ ദുഃഖിതയായി പ്രജ്ഞ നഷ്ടപ്പെട്ട അവളെ പരിവിശ്വാസകൻ ആശ്വസിപ്പിച്ച് ഉത്സാഹപ്പെടുത്തിക്കൊണ്ട് ബാഹുഭ്യാം പരിഷ്വജ്യ വചനം ഉവാച, രണ്ട് കൈകളാലും അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. സീതാദേവിയുടെ വിജയമാണ് അടുത്ത ഭാഗത്ത്. 170 ഭാഗത്തിൽ സീതാദേവി രാമന്റെ മേൽ വിജയം നേടുന്നു. മാതാ പിതാ ഗുരു ദൈവം എന്ന തത്വത്തെ വാൽമീകി മഹർഷി ആ ഭാഗത്ത് വിശദീകരിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.